സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനൊരു ഭാഗമാവണം തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബേബി ചെയ്യാന്നുള്ളത്. ഈ സിനിമയുടെ പിന്നിലൊരു കോഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ എൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. അരുണാണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 23-ാം തീയതി വരുന്നത്. പക്ഷേ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടു വരികയാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പരിപാടി, ട്രാക്ക് മാറ്റുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കരിയറിന്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തും. അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എന്നിലേക്ക് ഈ കഥ എത്തുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിൻ്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ അത് ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയിൽ ഞാൻ ഇന്നും നിങ്ങളോട് പറയുന്നത്. കാരണം സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകണം എന്ന് പറയേണ്ടത് അതിൻ്റെ ഹീറോയാണ്. അപ്പം നിവിൻ തന്നെയാണ് ഇപ്പം പറഞ്ഞ എല്ലാം കറക്റ്റാണ്. പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ അല്ലെങ്കിൽ ടു ദ എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്കൗട്ട് ആവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ്. ഈ സിനിമയിൽ ഒരു ഹ്യൂമർ ഇല്ല, ഒരു പാട്ടില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൂടെ ഉണ്ട്. അപ്പം സിനിമയാണ് സംസാരിക്കേണ്ടത്. അപ്പം ആ സിനിമ 23-ാം തീയതി ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ ഇവിടെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ എന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റാണ്. കാരണം ഇപ്പൊ തന്നെ ഈ സിനിമകളൊക്കെ അറിയാം, എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് കൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വലിയൊരു കാര്യമാണ്. തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതിനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ സിനിമ എന്താണെന്നും ഈ സിനിമയ്ക്ക് സാധ്യതകൾ എന്താണെന്നും ഇതിനകത്ത് മറ്റ് ഡയമെൻഷനുകൾക്ക് സാധ്യത ഉണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ എന്തായിരിക്കണമെന്ന് കൂടി അരുണും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗുണം അതാണ്, ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ മേക്കിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ റോ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വളരെ നമ്മളൊരു അൺകൺവെൻഷണൽ എഡിറ്റ് ഒക്കെ ഉള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ബേബി ഗേൾ. അങ്ങനെയായിരുന്നു ബേബി ഗേളിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ.
ഉണ്ടായില്ല. അപ്പം അടിത്തറ എന്നുള്ളത് മാത്രം പറയാമെങ്കിലും ഒരു തിരക്കഥ സിനിമ ആകണമെങ്കിൽ ഇവരെല്ലാവരും വേണം. ഒരു തിരക്കഥ സിനിമ ആയില്ലെങ്കിൽ ഇറ്റ് ഇസ് ഡെഡ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഒരുപാട് പേര് കൂടുന്ന ഒരു കൊലാബറേഷൻ ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. തിരക്കഥയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതല്ല, ഒരു തിരക്കഥയെ ഇവരെല്ലാവരും കൂടെ മികച്ചതാക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, ശരിക്കും പറഞ്ഞാൽ അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളത് എഴുതി നമ്മളത് മുമ്പോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വളരെ ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. ശരിക്കും ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. അപ്പം നിവിൻ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. കാരണം നിവിനെ പോലുള്ള ആക്ടറോട് അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഇത് പോയി പറയുമ്പോൾ അതെന്തായി തീരുമെന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മുൻപ് സിനിമ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചാണ് ചെന്നത്. ഇതിപ്പോൾ ഞങ്ങൾ സംഗീതിനോടും ലിജോയോടും അഭിമന്യുവിനോടും ഒക്കെ കഥ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഫുൾ കഥയാണ്. പക്ഷെ നിവിനോട് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഫുൾ സ്ക്രീൻ പ്ലേ ആണ്. 100% ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 50% ആണ് വിചാരിച്ചത്. നിവിന് പ്രത്യേകിച്ച് ഈ ഒരു കുറച്ച് ഡിലേ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്. പക്ഷെ നിവിൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കായിരുന്നു. നിവിനൊന്ന് ചെയ്യാമെന്ന് സമ്മതിച്ചതിൻ്റെ ഒരു റീസൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ നിവിൻ പറഞ്ഞൊരു വാചകത്തിലായിരുന്നു ഇതിലുള്ളത്. ബിക്കോസ് ഐ എം എ ഫാദർ എന്നാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തതെന്നാണ്. അപ്പോൾ അക്കാര്യത്തിൽ നിവിൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. ഈ സിനിമയുടെ ഭാഗമാകണം എനിക്ക് എന്നുള്ള രീതിയിലാണ് നിവിൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ബേബി ഗേൾ ആയിട്ട് വന്ന വാവയെ കൂടെ ഒന്ന് ക്ഷണിക്കുകയാണ്, അതിന്റെ പേരൻസിനെ കൂടെ ക്ഷണിക്കുകയാണ്. അഖിൽ ആൻഡ് വൈഫ് ബേബി ഗേളിനെ കാണിക്കൂ മീഡിയ.